ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഹോം ടൂറാണ്. എല്ലാവർക്കും നമ്മുടെ വീടൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ആദ്യമേ തന്നെ കാണുന്നൊരു കുഞ്ഞി ഗേറ്റാണ്. ഈ ഗേറ്റിൻ്റെ മണ്ടയിലാണ് ദർശോട്ടൻ എപ്പോഴും കയറി നിൽക്കുന്നത്. ഗേറ്റ് തുറന്ന് കയറാവേ നമുക്ക്. അപ്പം ഈ സൈഡിലായിട്ട് കാണുന്നത് ദർശോട്ടൻ്റെ വണ്ടികളാണ്. ജീപ്പ് മാത്രമേ ഫ്രണ്ടിൽ വെക്കാറുള്ളൂ, ബാക്കിയെല്ലാ വണ്ടികളും അകത്താണ്. അപ്പം ഇപ്പോൾ ഒരു വണ്ടി കൂടി ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അഞ്ജിത്തിൻ്റെ ഒരു കൂട്ടുകാരൻ മേടിച്ചുകൊണ്ട് വന്നതാണ്. പിന്നെ മറ്റേ ബൈക്കും ഈ ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടിയതാണ്. അത് നമ്മുടെ അനിയത്തിക്കുട്ടി ദേവ് ഗിഫ്റ്റ് ചെയ്തതാണ്. ഈ കാണുന്നത് എൻ്റെ കുഞ്ഞി പൂജാമുറിയാണ്. അപ്പം അത് ഫ്രണ്ടിൽ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് വീടിൻ്റെ ഫ്രണ്ടിലത്തെ വ്യൂ വരുന്നത്. അപ്പോൾ മോളിൽ നമുക്ക് കാർ പോർച്ച് ഉള്ളതുകൊണ്ട് തന്നെ ഈ ഫ്രണ്ടിലൊക്കെ മഴ സമയത്തായാലും ഇറങ്ങി നിൽക്കാനൊക്കെ പറ്റുവേ. ഇനി നമുക്ക് അകത്തോട്ട് പോകാവേ. കതക് തുറക്കുമ്പോൾ ഫസ്റ്റായിട്ട് തന്നെ കാണുന്നത് നമ്മുടെ ലിവിങ് ഏരിയ ആണ്. അപ്പം ഇതിൽ ഞാൻ കുറച്ച് മാറ്റങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പം നമ്മുടെ സോഫ സെറ്റ് പഴയത് തന്നെയാണ്. ഇത് കോർണർ സോഫയാണ്. അപ്പം നമുക്ക് കോർണർ സോഫ ഇടാനായിട്ട് സ്ഥലമില്ലായിരുന്നേ. അപ്പം അതെടുത്ത് മാറ്റിയിട്ട് അല്ലാണ്ടായിരുന്നേ സെറ്റ് ചെയ്തിരുന്നത്. അപ്പം ഞാൻ ആ സോഫയുടെ പൊസിഷനൊന്ന് മാറ്റിയിട്ട് ആ കോർണർ വരുന്ന ഭാഗത്ത് ഒരു ചെടി വെച്ച് അപ്പോൾ എനിക്കൊരു വേറെ ലുക്ക് തോന്നിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതൊരു റൂമിൻ്റെ ചേഞ്ച് തന്നെ മാറ്റിക്കളഞ്ഞേ. പിന്നെ നമ്മൾ ജനലിൽ കർട്ടൻ മാറ്റിയിട്ട് നമ്മൾ ബ്ലൈൻഡ്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് മെയിനായിട്ട് ഇവിടെ വന്ന ചേഞ്ച് എന്ന് പറയുന്നത്. ലിവിങ് റൂമിൻ്റെ കുറച്ച് ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേനും കാണുന്നത് ബാത്റൂമാണ്. ഇത് കോമൺ ബാത്റൂമാണ്. ഒരു ബാത്റൂമേ ഉള്ളേ. ഇതാവുമ്പോഴത്തേനും റൂമിലുള്ളവർക്കും ഹോളിൽ കിടക്കുന്നവർക്കും എല്ലാവർക്കും യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന രീതിക്കാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്തത് നമ്മുടെ ബെഡ്റൂമിലോട്ടാണ് പോകുന്നത്. അപ്പം ഇതാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം. ഈ ബെഡ്റൂം ഞാൻ മൊത്തത്തിൽ ചേഞ്ച് ചെയ്തു കേട്ടോ. അപ്പോൾ പഴയ വീഡിയോസൊക്കെ കാണുന്നവർക്ക് അറിയാം, നല്ല ചേഞ്ചാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം നമ്മൾ കട്ടിൽ, അലമാരി എല്ലാം മാറ്റിയിട്ടുണ്ട്. അപ്പം നമ്മൾ ബെഡ്റൂം സെറ്റ് കോംബോ ആയിട്ടാണ് മേടിച്ചത്. അപ്പോൾ ഈ കട്ടിൽ, കോട്ട് ബോക്സ്, അലമാരി, പിന്നെ ഡ്രസ്സിങ് ടേബിള്, പിന്നെ ഇതിൻ്റെ കൂടെ മാട്രസ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടി കേട്ടോ. പിന്നെ ഈ കാണുന്ന ഡ്രസ്സിങ് ടേബിൾ എൻ്റെ പണ്ട് മുതലുള്ള ആഗ്രഹമായിരുന്നേ. എനിക്കിങ്ങനെ ഇരുന്നൊക്കെ ഒരുങ്ങാൻ വേണ്ടിയിട്ട് എൻ്റേത് മാത്രമായിട്ടുള്ളൊരു സ്പേസ് വേണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ പെയിൻറ്റും കൂടി അടിക്കാനുണ്ടായിരുന്നേ. അപ്പോൾ ഇപ്പം നമുക്ക് അടിച്ചാൽ മുതലാവത്തില്ല. മോനാണെങ്കിൽ കുത്തി വരെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇപ്പം നമുക്ക് പെയിൻറ്റ് അടിക്കാൻ പറ്റത്തില്ല. ഇതാണ് നമ്മുടെ 3 ഡോർ വാർഡ്രോപ്പ് വരുന്നത്. അലമാരിയുടെ തൊട്ടപ്പുറത്ത് PC ആണ് വെച്ചിരിക്കുന്നത്. അവിടെ ഡ്രസ്സിങ് ടേബിൾ ആയിരുന്നു വെക്കേണ്ടത്. പക്ഷേ അവിടെ വെട്ടക്കുറവായതുകൊണ്ട് ഞാൻ ആ മൂലയ്ക്ക് കൊണ്ടുവച്ചാണ്. ഇങ്ങനെ വെച്ചാലും കട്ടിൽ കിടന്നൊക്കെ നമുക്ക് സിനിമയൊക്കെ കാണാൻ പറ്റുവേ. ഈ റൂമിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളത് കാണിക്കാനായിട്ട്. ഇനി അടുത്ത ഏരിയയിലോട്ട് പോകാവേ. ഇത് നമ്മുടെ ഡൈനിങ് ഏരിയ ആണ് വരുന്നത്. അപ്പോൾ ഈ ഡൈനിങ് ടേബിൾ ഉണ്ട്. പിന്നെ ഈ കാണുന്നത് വാഷ് ഏരിയ ആണ്. അപ്പോൾ ഡൈനിങ് ടേബിളിൽ നമ്മൾ ചെയറൊന്നുമില്ല കേട്ടോ. ചെയറൊക്കെ ഇനി മേടിക്കണം. പിന്നെ അവിടെ ഒരു ഫ്രിഡ്ജും കൂടി ഉണ്ട്. ഇവിടെ ഇത്രയൊക്കെ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചെയറും കൂടി വന്നാലേ കറക്റ്റിന് ആ ഒരു ഡൈനിങ് ഏരിയയുടെ ഭംഗി വരുത്തുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് തൊട്ടപ്പുറത്താണ് രണ്ടാമത്തെ റൂം വരുന്നത്. ഈ റൂം ചെറിയ റൂമാണ്. ഇതിൽ മാക്സിമം സാധനം കുത്തി നിറച്ചിട്ടുണ്ട്. കാര്യം നമുക്ക് വേറെ സ്പേസ് ഒന്നും ഇല്ല വെക്കാനായിട്ട്. ചെറിയ റൂമായതുകൊണ്ട് തന്നെ കുഞ്ഞ് അലമാരിയും സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ തയ്യൽ മെഷീനും ഉണ്ട്. പിന്നെ അതിൻ്റെ താഴെ ദർശോട്ടൻ്റെ കളിപ്പാട്ടവും വെച്ചിട്ടുണ്ട്. ഈ റൂമിൽ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ കാണിക്കാനായിട്ട്. ഡൈനിങ് ഏരിയയുടെ ഇപ്പുറത്തെ സൈഡിലോട്ട് വരുമ്പോഴത്തേനും കിച്ചൺ സൈഡാണ് വരുന്നത്. താഴെ ഡോറില്ലാത്തതുകൊണ്ട് തന്നെ ഇപ്പോൾ ട്രെൻഡിങ് ആണല്ലോ കർട്ടൻ കൊണ്ട് അടിച്ചിരുന്നത്. അപ്പോൾ ഞാൻ ഈ ഇടയ്ക്ക് സെറ്റ് ചെയ്തതാണിത്. ആ മൂലയ്ക്ക് കഴിക്കാനായിട്ടുള്ള ഫുഡാണ് ഇരിക്കുന്നത്. ഉച്ചയ്ക്ക് കഴിച്ച് കഴിയുമ്പോഴത്തേനും അതൊക്കെ അങ്ങ് മാറ്റുന്നതാണ്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്കൊക്കെ ഞാൻ നല്ല രീതിയിൽ മാറ്റമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ പഴയ വീഡിയോ ഒക്കെ കാണുന്നവർക്കറിയാം എന്തൊക്കെ മാറ്റമൊക്കെ കൊണ്ടുവന്നിട്ടുള്ളതെന്ന്. പിന്നെ ഇതാണ് കുഞ്ഞ് അടുക്കള. ഇവിടെയാണ് നമ്മൾ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ മേക്ക് ഓവറൊക്കെ ഞാൻ ഓൾറെഡി വ്ളോഗ് ചെയ്തിട്ടുള്ളതാണ്. കുഞ്ഞ് അടുക്കളയാണെങ്കിൽ നല്ല രസമാണ് കേട്ടോ ഇവിടെ നിന്ന് കുക്കൊക്കെ ചെയ്യാൻ. പിന്നെ ഈ ഒരു ഗ്രില്ലിൻ്റെ ജനാല വരുന്നതുകൊണ്ട് നല്ല രസമാണ്. അപ്പോൾ നല്ല വെട്ടം കിട്ടും. നമുക്ക് ലൈറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. വാഷിംഗ് മെഷീൻ്റെ പൈപ്പൊക്കെ ഇവിടെ വരുന്നത് കാരണം നമ്മൾ അവിടെയായിട്ട് വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അപ്പുറത്താട്ടോ ടെറസിലേക്ക് പോകാനുള്ള സ്റ്റെയർ വരുന്നത്. അപ്പം കിച്ചൻ്റെ അവിടെ നിന്ന് ഡോറ് തുറക്കുമ്പോഴത്തേനും ഒരു ചെറിയ ഭാഗം കൂടി ഉണ്ട്. അപ്പം ഇവിടെ നമ്മൾ സ്റ്റോർ റൂമൊന്നും ഇല്ലാത്തതുകൊണ്ട് അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. അകത്ത് സ്ഥലമില്ലാത്തതുകൊണ്ട്. പിന്നെ ആ ചാക്കിലിരിക്കുന്നത് പ്ലാസ്റ്റിക്കാണ്, അത് നമുക്ക് കൊടുക്കാനുള്ളതാണ്. പിന്നെ ആ കാണുന്നതാണ് വാഷ് ഏരിയ വരുന്നത്. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ വീടെന്ന് പറയുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.